അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മളിൽ ആരാണ് ദുആ ചെയ്യാത്തത്? പരീക്ഷ പാസ്സാകാൻ, ജോലി ലഭിക്കാൻ, രോഗം മാറാൻ, കുടുംബത്തിൽ സമാധാനം ലഭിക്കാൻ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും: ഞാൻ ഇത്രയും കാലമായി ദുആ ചെയ്യുന്നു, അള്ളാഹു എൻ്റെ ദുആ കേൾക്കുന്നില്ല, എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല? സഹോദരങ്ങളെ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയുടെ ദുആ ഒരിക്കലും നഷ്ടപ്പെടില്ല. അള്ളാഹു ഓരോ ദുആയും കേൾക്കുന്നുണ്ട്, ഓരോ കണ്ണുനീരും കാണുന്നുണ്ട്, ഓരോ വേദനയും അറിയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ മറുപടി ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല വരുന്നത്. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമുക്ക് നല്ലതെന്താണെന്ന് അവനറിയാം. ചിലപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ ദുആയിലേക്ക് നയിക്കും. മുമ്പ് നിങ്ങൾ ദുആ ചെയ്യാത്ത ആളായിരിക്കാം, പക്ഷേ പെട്ടെന്ന് നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ തുടങ്ങും, കൂടുതൽ സുജൂദിൽ ഇരിക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും, കൂടുതൽ ഇസ്തിഗ്ഫാർ പറയും. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം അള്ളാഹു ഒരു അടിമയെ സ്നേഹിക്കുമ്പോൾ അവനെ തൻ്റെ വാതിലിലേക്ക് കൊണ്ടുവരും. സഹോദരങ്ങളെ, ചിലപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കും. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായേക്കാം, കഷ്ടതകൾ എപ്പോഴും ഉണ്ടായേക്കാം, പക്ഷേ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകണം: അള്ളാഹു എന്നെ കൈവിടില്ല എന്ന്. ഈ പ്രതീക്ഷ ഒരു വിശ്വാസിയുടെ വലിയ സമ്പത്താണ്. കാരണം അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെക്കുന്നത് ഇബാദത്താണ്. സഹോദരങ്ങളെ, നാം പലപ്പോഴും ഫലം മാത്രം നോക്കുന്നു, പക്ഷേ അള്ളാഹു നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നമ്മുടെ ക്ഷമയെ നോക്കുന്നു, നമ്മുടെ വിശ്വാസത്തെ നോക്കുന്നു, നമ്മുടെ ആത്മാർത്ഥതയെ നോക്കുന്നു. അതുകൊണ്ട് ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടാം. ഈ ലോകത്ത് കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അതിലും വലിയ പ്രതിഫലമായി ലഭിക്കാം. കാരണം അള്ളാഹു വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. സഹോദരങ്ങളെ, ദുആ എന്നത് വെറും ആവശ്യങ്ങൾ പറയാൻ മാത്രമല്ല, അതൊരു വിശ്വാസിയും അവൻ്റെ റബ്ബും തമ്മിലുള്ള ഏറ്റവും മനോഹരമായ സംഭാഷണമാണ്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ രാജാവിനോടല്ല സംസാരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോടാണ് സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവൻ അറിയുന്നുമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയാതെ വെച്ച കാര്യങ്ങൾ പോലും അവന് അറിയാം. സഹോദരങ്ങളെ, പലപ്പോഴും നാം ദുആ ചെയ്യുന്നു, അതിനുശേഷം ദിവസങ്ങൾ കടന്നു പോകുന്നു, ആഴ്ചകൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു, പക്ഷേ നാം ചോദിച്ച കാര്യം ലഭിക്കുന്നില്ല. അപ്പോൾ ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് വരും. അവൻ പറയും: ഇത്രയും ദുആ ചെയ്തിട്ട് എന്ത് കിട്ടി? നിന്റെ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ഇനി ദുആ ചെയ്തിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, ഇതാണ് ശൈത്താൻ്റെ ഏറ്റവും വലിയ വഞ്ചനകളിൽ ഒന്ന്. കാരണം ഒരു വിശ്വാസി ദുആ ഉപേക്ഷിക്കുന്ന നിമിഷമാണ് അവൻ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്. അള്ളാഹു ചിലപ്പോൾ വൈകിപ്പിക്കുന്നത് ശിക്ഷിക്കാൻ അല്ല, നമുക്ക് കൂടുതൽ നല്ലത് നൽകാനാണ്. ഒരു കുഞ്ഞ് ഒരു മൂർച്ചയുള്ള കത്തി ചോദിച്ചാൽ അമ്മ അത് കൊടുക്കുമോ? ഇല്ല. കാരണം അത് കുഞ്ഞിന് നല്ലതല്ലെന്ന് അമ്മയ്ക്കറിയാം. അതുപോലെ നാം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, പക്ഷേ അത് നമ്മുടെ ദീനിനോ ജീവിതത്തിനോ നല്ലതല്ലെന്ന് അള്ളാഹുവിന് അറിയാം. അതിനാൽ അവന് അതിലും നല്ലത് നമുക്കായി ഒരുക്കുന്നു. സഹോദരങ്ങളെ, ദുആ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് നിങ്ങൾ പാപങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുന്നത്. മുമ്പ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപം ഇപ്പോൾ വെറുക്കാൻ തുടങ്ങുന്നു. മുമ്പ് നിസ്കാരം ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഹൃദയം നിസ്കാരത്തിലേക്ക് ആകർഷിക്കുന്നു. മുമ്പ് ഖുർആൻ ഓതാൻ താല്പര്യമില്ലായിരുന്നു, ഇപ്പോൾ ഓതാൻ ആഗ്രഹം തോന്നുന്നു. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളാണ്. കാരണം
അള്ളാഹു ഒരു അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഹൃദയം മാറ്റാൻ തുടങ്ങും. ചിലപ്പോൾ നാം ദുആ ചെയ്യുന്നത് ഒരു കാര്യത്തിനു വേണ്ടിയാണ്. പക്ഷേ ആ ദുആ കാരണം നമ്മുടെ ജീവിതത്തിൽ മറ്റു പല നന്മകളും വരുന്നു. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു, നമ്മുടെ തൗബ വർദ്ധിക്കുന്നു, നമ്മുടെ അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാകുന്നു. ഇവയൊക്കെ ദുആയുടെ ഫലമാണ്. സഹോദരങ്ങളെ, ഒരിക്കലും പറയരുത് എൻ്റെ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. അതിന് പകരം പറയുക, അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുക്കുകയാണ് എന്ന്. കാരണം അള്ളാഹുവിൻ്റെ സമയമാണ് ഏറ്റവും മികച്ച സമയം. ദുആ തുടർന്നുകൊണ്ടിരിക്കുക. പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹുവിൽ വിശ്വാസം നഷ്ടപ്പെടരുത്. കാരണം ഒരുപക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്തരം വളരെ അടുത്തായിരിക്കാം. സഹോദരങ്ങളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. അള്ളാഹു ഒരു ദുആ സ്വീകരിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല. കാരണം നാം ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അള്ളാഹു മുഴുവൻ ജീവിതവും കാണുന്നു. നമ്മുടെ ഇന്നത്തെ അവസ്ഥയും നാളത്തെ അവസ്ഥയും ഈ ലോകവും ആഖിറവും എല്ലാം അള്ളാഹുവിന് അറിയാം. അതിനാൽ ചിലപ്പോൾ നാം ചോദിക്കുന്നത് ലഭിക്കാത്തവന്നാലും അള്ളാഹു അതിലും വലിയ ഒരു അനുഗ്രഹം നമുക്കായി ഒരുക്കിയിട്ടുണ്ടാകും. ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം മാറാൻ തുടങ്ങും. അവൻ മുമ്പത്തെ പോലെ ആകില്ല. അവൻ കൂടുതൽ ക്ഷമയുള്ളവനാകും, കൂടുതൽ വിനയമുള്ളവനാകും, കൂടുതൽ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാകും. ഇതും ദുആ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ്. കാരണം അള്ളാഹു ആദ്യം നമ്മുടെ ഹൃദയത്തെ ശരിയാക്കുന്നു, പിന്നീട് നമ്മുടെ സാഹചര്യങ്ങളെ ശരിയാക്കുന്നു. സഹോദരങ്ങളെ, ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല സമയങ്ങൾ ഏതാണെന്ന് അറിയുമോ? രാത്രിയുടെ അവസാനം മൂന്നിലൊന്ന്, സുജൂദിലുള്ള സമയം, അദാനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, ജുമുഅ ദിവസത്തിലെ പ്രത്യേക സമയം, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം. ഈ സമയങ്ങളിൽ ചെയ്യുന്ന ദുആക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ ഒരു കണ്ണുനീർ തുള്ളി അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വിലപ്പെട്ടതാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് സംസാരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു, നിങ്ങളുടെ വേദനകൾ പറയുന്നു. ആ കണ്ണുനീർ ആരും കാണുന്നില്ല, പക്ഷേ അള്ളാഹു കാണുന്നുണ്ട്. ആ കണ്ണുനീർ ഒരിക്കലും വെറുതെയാകില്ല. സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോ കാണുന്ന ഒരാൾ ഉണ്ടാകാം വർഷങ്ങളായി ഒരു ദുആവുമായി ജീവിക്കുന്ന ഒരാൾ. ഒരു പക്ഷേ ഒരു രോഗശാന്തിക്കായി, ഒരു പക്ഷേ ഒരു ജോലിക്കായി, അതല്ല ഒരു വിവാഹത്തിനായി, ഒരു പക്ഷേ കുടുംബത്തിലെ ഒരു പ്രശ്നം മാറാൻ. നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വേദന അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നല്ല, നാളെ അല്ല, പക്ഷേ ശരിയായ സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, എൻ്റെ റബ്ബ് വൈകിച്ചിട്ടില്ല എന്ന്. എൻ്റെ റബ്ബ് ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുത്തതാണെന്ന്. സഹോദരങ്ങളെ, ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ദുആ ഉപേക്ഷിക്കുന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അവസാനം ശ്വാസം വരെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അവസാനം ശ്വാസം വരെ പ്രതീക്ഷയോടെ ജീവിക്കുക. അവസാന ശ്വാസം വരെ അള്ളാഹുവിൽ വിശ്വാസം വെക്കുക. കാരണം അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടുന്നത് വിശ്വാസിയുടെ സ്വഭാവമല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സംസാരിച്ചത് ദുആയെക്കുറിച്ചാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധത്തെക്കുറിച്ചാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയെക്കുറിച്ചാണ്. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ്
ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എത്ര കാലമായി ദുആ ചെയ്യുന്ന ആളാണെങ്കിലും ഒരിക്കലും അല്ലാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം മനുഷ്യർ നിങ്ങളെ മറന്നേക്കാം, സുഹൃത്തുക്കൾ നിങ്ങളെ മറന്നേക്കാം, ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടേക്കാം. പക്ഷേ അല്ലാഹു നിങ്ങളെ ഒരിക്കലും മറക്കില്ല. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഒരു വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കാം. നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ടാകാം. ആരും മനസ്സിലാക്കാത്ത ഒരു വേദനയുമായി ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, നിങ്ങളുടെ റബ്ബ് എല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും അവനറിയാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം പോലും അവനറിയാം. അതുകൊണ്ട് ഇന്നും ദുആ ചെയ്യൂ, നാളെയും ദുആ ചെയ്യൂ, മറുനാളും ദുആ ചെയ്യൂ. കാരണം ദുആ ഒരിക്കലും വെറുതെയാകില്ല. സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നാളെ ലഭിച്ചേക്കാം. ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷം ലഭിച്ചേക്കാം. അതല്ല, വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചേക്കാം. അല്ലെങ്കിൽ അല്ലാഹു അതിലും നല്ലത് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടാകാം. അതിനാൽ നിങ്ങളുടെ ജോലി ദുആ ചെയ്യുക എന്നതാണ്. ഉത്തരം നൽകുക അല്ലാഹുവിൻ്റെ ജോലിയാണ്. അവൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കൂ, അവൻ്റെ സമയത്തിൽ വിശ്വസിക്കൂ, അവൻ്റെ കരുണയിൽ വിശ്വസിക്കൂ. കാരണം അല്ലാഹു തൻ്റെ അടിമകളോട് അന്യായം ചെയ്യുന്നവനല്ല. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൂ, കൈകൾ ഉയർത്തൂ, ഹൃദയം തുറക്കൂ. പിന്നെ അല്ലാഹുവിനോട് പറയൂ, യാ അല്ലാഹ്, എൻ്റെ അവസ്ഥ നീ അറിയുന്നു, എൻ്റെ വേദന നീ അറിയുന്നു, എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നു. എനിക്ക് നല്ലത് എന്താണോ അത് എനിക്ക് നൽകണമേ. എൻ്റെ ദുആകൾ സ്വീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. സഹോദരങ്ങളെ, ഒരുപക്ഷെ ആ രാത്രിയിലെ ആ ദുആ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ദുആ ആയിരിക്കാം. ഒരുപക്ഷെ അതാണ് നിങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന നിമിഷം. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കരുണയിൽ ഒരിക്കലും നിരാശപ്പെടരുത്. ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു കാണുന്നുമുണ്ട്, അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നമ്മുടെ വിഷമങ്ങൾ അകറ്റട്ടെ. ഈ ലോകത്തും ആഖിറത്തിലും നന്മ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.